ടോക്സിക് റിലേഷൻഷിപ്പ് ഇറ്റ് കൻ ഹാപ്പൻ അറ്റ് എനി സ്റ്റേജ്. ഏത് സിറ്റുവേഷനിൽ വേണേ ഉണ്ടാകാം. But I don't know. In some cases, they don't even know that they are in a toxic relation. ഈ മാരേജ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഡോട്ടറോട്, പെൺകുട്ടിയോടാണ് പറയുക, പോകുന്ന സ്ഥലത്ത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഹസ്ബൻഡ് എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും യു ഷുഡ് ടേക്ക് കെയർ, ആ ഒരു രീതിയിൽ പറയും. അപ്പോൾ let's talk about toxic relationship. Okay. Toxic relationships are being normalized. The word toxic itself is getting normalized. Yes. So what do you want to tell about as you that? say, the new normal എന്നൊക്കെ പറയും. But it is not normal. Yes. Toxic relationship it can happen at any stage. ഏത് സിറ്റുവേഷനിൽ വേണേ ഉണ്ടാകാം. പക്ഷെ നമ്മളിപ്പം അഡോളസൻസിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് വിൽ ടോക്ക് മോർ അബൌട്ട് ദാറ്റ്. എന്നാലും എന്താണ് പറയുക, എങ്ങനെയാണ് അത് ടോക്സിക് ആണെന്ന് മനസ്സിലാവുക എന്നുള്ളത്. So what do you think, being an adolescent? I don't think that it's possible to understand that we are in a toxic maybe at that age ആയിരിക്കാം. അഡോളസൻസിന് പറ്റില്ലായിരിക്കും. അഡോളസൻസിൽ മാത്രമാണ് അത്. ബിക്കോസ് ഈവൻ ഈ മെറൈറ്റൽ അബ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് പീപ്പിൾ ടോക്സിക് ആണെന്ന് മനസ്സിലാവും. They don't tend to come out of it. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതാണ്. But I don't know. In some cases, they don't even know that they are in a toxic relation. It's because of the age. Because they are in a fantasy. Even I am. Yes. Like sometimes we all are. Yeah, no, that is true. Appam adu in love. That's some kind of thing. Appo adonde when the other person is toxic, this person doesn't know that they are being toxic. പക്ഷെ അത് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ one person will have to keep on adjusting. അതാണ് adjustment is the word. അപ്പം കൂടുതലായിട്ട് ഈ I just come back to this. പക്ഷേ ഈ മുമ്പൊക്കെ ഇപ്പോഴും ചിലര് ഈ മാരേജ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഡോട്ടറോട്, പെൺകുട്ടിയോടാണ് പറയുക, പോകുന്ന സ്ഥലത്ത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഹസ്ബൻഡ് എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും യു ഷുഡ് ടേക്ക് കെയർ, ആ ഒരു രീതിയിൽ പറയും. ഇല്ലെങ്കിലും കുറച്ചുണ്ട്. ഇപ്പൊ എങ്ങനെ പറയാ, ഇപ്പം വേറൊരു വീട്ടിൽ പോയി കുക്ക് ചെയ്യേണ്ടതല്ലേ, ആ കുക്കിങ്ങിനെ ലൈഫ് സ്കിൽ ആയി എടുക്കാണ്ട് അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആയി എടുക്കുന്നതാണ്. ശരിയാണ്. ബട്ട് ഐ തിങ്ക് ഇപ്പൊ കൂടുതൽ ആൺകുട്ടികൾ അതിലേക്ക് തീർച്ചയായിട്ടും. എസ്പെഷ്യലി ഇഫ് വി ഡോണ്ട് നോ കുക്കിംഗ്, വിൽ ബി എക്സ്പെക്ടിങ് ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ദിസ്. അപ്പൊ ഈ മാരേജിൽ അങ്ങനെ പറയുമ്പം ദേ തിങ്ക് once again adjustment അതൊരു പാറ്റേൺ ആയിട്ട് വന്ന അഡ്ജസ്റ്റ്മെന്റ് ഇസ് എ ഗുഡ് തിങ്. പക്ഷെ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ബാഡ് തിങ്. കാരണം മലയാളത്തിൽ അതിന് വിട്ടുവീഴ്ച എന്നാ പറയാ. അപ്പൊ നമ്മളെന്തോ അത് വിട്ട് നമ്മൾ വീഴുക എന്നുള്ളതാണ്. സോ ദാറ്റ് അതാണ് വിച്ച് ഇസ് നോട്ട് ഗുഡ്. സോ അഡോളസൻസിലേക്ക് തിരിച്ചു വരാം. നേരത്തെ പറഞ്ഞ പോലെ ആ പ്രായം അങ്ങനെ ആയതുകൊണ്ട് many of them won't realize. They think it's normal. Okay, അത് കെയർ ആണ്, പൊസസീവ് ആവുന്നത്. പൊസസീവ്നെസ് is not bad. That is not bad. പക്ഷെ അത് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ സോ അങ്ങനെ പലതും ഉണ്ടാവുമ്പോൾ ലൈക്ക് എന്റേത് മാത്രമാണ് എന്ന് തോന്നുകയാണല്ലോ പ്രശ്നം. അതും ആ ടൈമിൽ തോന്നാം. എക്സ്ട്രീം ആവരുത്. ദാറ്റ് ഇസ് ഇറ്റ്. എക്സ്ട്രീം ആവരുത്. ഇഫ് സംബഡി എൽസ് ഫ്രണ്ട്സിന്റെ കൂടെ ആ ഒരു രീതിയിലേക്ക്, അതാണ് ടോക്സിക്. സോ അങ്ങനെ ആവുമ്പം ഈദർ ദ ഗേൾ ഓർ ദ ബോയ് ദേ തിങ്ക് ഇത് നോർമൽ അല്ലേ, എന്നോടുള്ള കെയർ അല്ലേ എന്ന്. അഡ്ജസ്റ്റിംഗ്. കാരണം അവർ വിചാരിക്കുന്നു ഐ ലവ് ദിസ് പേഴ്സൺ സോ ഐ ഹാവ് ടു ഡു എന്ന് വിചാരിക്കുന്നു, വിച്ച് ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ വൺസ് അഗൈൻ അതിലൊരു പരിഹാരം വരുന്നത് ടോക്കിംഗ് ടു എൻ അഡൽട്ട് ആണ്. ഏതെങ്കിലും അഡൽട്ട് അല്ല. യു നീഡ് നോട്ട് എക്സ്പ്രസ് യുവർ സെൽഫ് ടു എവ്രി വൺ. സം ഡിക്ക് ആൻഡ് ഹാരി ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരാളെ കണ്ടുപിടിക്കാം. അവരെ ഒരു പക്ഷെ വഷളാക്കിയേക്കാം. ഡിപ്പെൻസ് ഓൺ ഹൗ ദേ ഹാവ് ഗ്രോൺ അപ്പ്. അതുണ്ട്. ദാറ്റ് ഇസ് ട്രൂ. സോ ഒരു ട്രസ്റ്റബിൾ പേഴ്സൺ കിട്ടുമല്ലോ, അങ്ങനെ ലൈഫിൽ വേണം. അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, പ്രോസ് ആൻഡ് കോൺസ് പറയും. സോ ടോക്സിക് ആണോ എന്നുള്ളത്. ആൻഡ് ഓൾസോ അത് മാത്രമല്ല, അഡ്ജസ്റ്റിംഗ് ഇൻ ദ സെൻസ് ഈ ഡ്രസ് ഒക്കെ ഇടുമ്പം ബോയ് ഫ്രണ്ട്സ് tend to tell no, and then the thing is that girlfriends are like, I'm not blaming them, but then they're just okay, he told I should obey. ഉണ്ടാകും. പക്ഷെ ആഫ്റ്റർ മാരേജ് that might not be the case. That is it. കാരണം ആഫ്റ്റർ ഒരു 25-28 they feel independent. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും. അപ്പോഴാണ് the actual problem arise ആവുക. ചെറുപ്പത്തിൽ they'll feel okay, ഇത് ചെയ്യാം എന്നുള്ള രീതി. So generally adjustment is not good. Not at all. It's really bad. Yeah, it is bad. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കണം, ആ പേഴ്സൺ കണ്ടിന്യൂസ്ലി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അക്കോമഡേഷനിലേക്ക് പോകണം. അക്കോമഡേഷനിലേക്ക് പോകണം. That is understand. അത് can you tell about that accommodation? I can tell
ടെൽ അബൌട്ട് ഇറ്റ്. പക്ഷേ വൺസ് അഗൈൻ അഡോളസൻസിൽ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് അറിയാം. ബിക്കോസ് രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ഏജ് ആയിരിക്കും. അപ്പൊ ആ ഒരു അഡോളസൻസിലൂടെ തന്നെയായിരിക്കും ആ ഒരു ടൈമിൽ അഡോളസൻസിൽ അങ്ങനെ ആയാലും can we get out of that phase? You can get out. Like when we grow. How far the person is ready to get out എന്നുള്ളത് ഒരു ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ അവർക്കത് മനസ്സിലാവണല്ലോ. മനസ്സിലായി കഴിഞ്ഞാലും സം വിൽ തിങ്ക് ഞാൻ വളരെ ഡീപ്പായിട്ട് പോയി, സോ ഹൗ കെൻ ഐ കം ഔട്ട് ഈവൻ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ലൈക്ക് ദാറ്റ് എന്നുള്ള വിചാരം ഉണ്ടാവും. സോ അത് വൺസ് അഗൈൻ പരിഹാരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്കും മനസ്സിലാവുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. അതൊരു ക്രൈമോ ഒരു മിസ്റ്റേക്കോ അല്ല, ജസ്റ്റ് ഹാപ്പൻസ്. അതാണ് പറഞ്ഞത്, ആ ഒരു ഏജ്. ദാറ്റ് ഇസ് വൈ ഐ സെഡ് ദേ ഷുഡ് നോട്ട് കം ടു എ ഡിസിഷൻ എന്നുള്ളത്. ലെറ്റ് ഇറ്റ് ബി, വെയിറ്റ് ചെയ്യാം പിന്നെ എന്നുള്ള രീതിയിലാകാം. ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം ഇത് പോയാൽ ഇറ്റ്സ് എ വോയിഡ് എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് ലൈഫിൽ എന്ത് പോയാലും അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതെ, മാക്സിമം വാട്ട് വിൽ ഹാപ്പൻ നമ്മൾ ഇരുന്ന് തിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ്. അപ്പൊ ഈ ടോക്സിക് റിലേഷൻഷിപ്സ് വാട്ട് ക്യാൻ ദേ ഡു ടു? They should understand. പിന്നെ this is not the end of the world എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ടൈം ഉണ്ട്. പുറത്ത് വരാൻ തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ ടീനേജിലൊക്കെ ഒരു റിലേഷൻഷിപ്പിലായാല് കുറെ പേര് ഐ ഹാവ് ഹേർഡ് സ്റ്റോറീസ് ദാറ്റ് കുറച്ച് കഴിഞ്ഞ് തീരെ പുറത്ത് വരാൻ പറ്റുന്നില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, മാരി ചെയ്യണം എന്നുള്ളൊരു സാധനത്തിൽ എത്തുന്നു. അപ്പം അത് ടീനേജിൽ തന്നെ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയ അത് പറ്റണമെങ്കിൽ ആസ് യു സെഡ് ആ ഹോർമോണൽ ഇതുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ പറഞ്ഞ പോലെ വീണ്ടും എല്ലാത്തിലും നമ്മൾ ഇതിലേക്കാണ് വരുന്നത്. ഒരു അഡൾട്ട് മോണിറ്റർ ചെയ്യണം. പക്ഷേ അവർക്ക് തന്നെ മനസ്സിലാവണം അഡൾട്ട് മോണിറ്ററിംഗ് വേണമെന്ന് മനസ്സിലാവണം. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എൻ അണ്ടർസ്റ്റാൻഡിങ് അഡൾട്ട്, പേരന്റ് ആയാലും ടീച്ചർ ആയാലും, അപ്പം അവർക്ക് പറയാം പേരന്റിങ് ആസ് വെൽ ആസ് ഇൻ സ്കൂൾ. അതിലും നിൽക്കുന്നില്ലെങ്കിൽ വൺസ് അഗൈൻ യു ക്യാൻ ഗോ ടു എ കൗൺസിലർ. അവർ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യും. സോ നാച്ചുറലി ദ പേഴ്സൺ വിൽ അണ്ടർസ്റ്റാൻഡ്. അതിന് പുറത്ത് we shouldn't tell the person that couples to end their relationship, but rather tell them to rethink. അത്രയാണ്. ലൈക്ക് വി ഷുഡ് നെവർ ഗിവ് സജഷൻസ് അല്ല, ഒരു അഡ്വൈസോ ഒരു സൊല്യൂഷനോ ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. സോ ജസ്റ്റ് അവർ തന്നെ തിങ്ക് ചെയ്ത് കൊണ്ടുവരിക വേണ്ടത്. സോ നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് ഇങ്ങനെ അതിന്റേതായ ഒരു രീതിയിൽ സൈക്കോളജിക്കലി അതിനുള്ള കറേജ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ഓൾ. So as we told earlier, adolescence എന്ന് പറയുന്നത് it's a period of rapid change and growth and chaos and everything. And it's not your fault. And you're doing a good job. Okay? So, yeah, that was for our first episode. And thank you on behalf of everyone. Yeah, thank you so much for inviting me too.